ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വർക്കിനൊക്കെ പോകുന്ന ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാണ് തിരക്കിലാണ്. അപ്പോൾ രാവിലെ അടുക്കള പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തലേദിവസം ഏട്ടൻ വരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നമ്മളെ സാമ്പാർ കഷ്ണങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കഷ്ണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നിപ്പോൾ രാവിലെ തന്നെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം ചേനയും കുമ്പളങ്ങ, മുരിങ്ങക്കായ, ക്യാരറ്റ് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഴയ്ക്ക, പാവയ്ക്ക പറഞ്ഞ പോലെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നമ്മൾ മെയിനായിട്ട് വേണ്ടത് മുരിങ്ങക്കായ, കുമ്പളങ്ങ, ചേന, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവിയൽ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരോ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ മുട്ട പൊരിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളധികം അങ്ങനെ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളാണല്ലോ. അപ്പോൾ മക്കൾക്ക് എപ്പോഴും ഇതുപോലെ ഇടയ്ക്കൊക്കെ അവിയൽ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാ കഷ്ണങ്ങളും അതിൽ നമ്മൾ ഇടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിയൽ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആരാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അവിയലാകുമ്പോൾ കുറച്ച് കഴിച്ചോളും, എല്ലാ കഷ്ണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാനെന്തായാലും ഇന്നിപ്പോൾ അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചു കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് നമ്മളത് അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. സിമ്മിൽ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം തട്ടിപ്പൊത്തി വെച്ചാൽ അങ്ങനെ വെന്ത് വരും. അപ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ അങ്ങനെ ഓരോന്ന് ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അവിയൽ വെക്കുന്നത്. നമ്മുടെ ഈ പാലക്കാട് ഭാഗത്തൊന്നും മഞ്ഞൾപ്പൊടി ഇടാറില്ല. ഇത്തിരി വെളുത്ത കളറിലുള്ള അവിയലാണ്. ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. കാരണം എന്താണെന്നറിയോ, പച്ചക്കറി പലവിടെ നിന്നും വരുന്നതല്ല, അപ്പോൾ വിഷാംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കണ്ട. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മഞ്ഞൾപ്പൊടി അതെന്താണ്, മഞ്ഞൾ പൊടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടത്. ചില കാര്യങ്ങളൊക്കെ അവർക്കൊരു പ്രത്യേക ശൈലികളുണ്ടാവും അങ്ങനെ. അപ്പോൾ എന്തായാലും കറിക്കുള്ളതൊക്കെ അടുപ്പത്താക്കി വെച്ചു. പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരിയൊക്കെ കഴുകാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ അവിടെ മോട്ടറൊക്കെ അടിച്ച് വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട്. ഞാൻ അരി കഴുകുകയാണ്. അപ്പോൾ പിള്ളേർക്കിന്നിപ്പോൾ ശനിയാഴ്ച ദിവസം സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. 2 പേർക്കും ഉണ്ട്. പക്ഷേ ഒരാൾ പിന്നെ മടിച്ചിട്ടിരിക്കുന്നുണ്ട്. ചാരുമോൾ സ്കൂളിൽ പോവില്ല. അവൾക്ക് 2 ദിവസമായിട്ട് ഒരു അലർജി പോലെ കേട്ടോ, സ്കിന്നൊക്കെ ഒന്ന് ചൊറിഞ്ഞ് വരിക അങ്ങനെയുള്ളൊരു അത് ഇടയ്ക്കൊക്കെ അതപ്പോൾ 1-2 വട്ടമായിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇന്നിപ്പോൾ സ്കൂളിലൊന്നും പോകണില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ചോറിനുള്ള അരിയൊക്കെ കഴുകി ഇടുകയാണ്. അപ്പോൾ നേരം വെളുത്തിട്ട് മുറ്റത്തങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചപ്പലിൻ്റെ ഒരു അഭിഷേകമാണ് കേട്ടോ. ചുറ്റുപാടും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും ചപ്പും കുപ്പിയായിട്ട് നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും. രാത്രി അത്ര കാറ്റുണ്ട്. കാറ്റത്ത് മൊത്തത്തിൽ അങ്ങോട്ട് നമ്മൾ അടിച്ചു വിട്ടാലും പിന്നെ അടിച്ചു വിടണമെന്നൊക്കെ പറയണു ഞാൻ. പക്ഷേ ഞാൻ അടിക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ ചെട്ടിക്കുട്ടിയാണ് മുറ്റമൊക്കെ അടിച്ചു വരുന്നത്. എന്നാലും വേറെ ഭാഗത്തൊക്കെ ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെയാണ് അടിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചപ്പും ചവറൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു അടുക്കള വശം മാത്രമാണ് ഞാൻ ഡെയിലി അങ്ങനെ അടിച്ചു വിടുന്നത്. നമ്മളിങ്ങനെ പെരുമാറുന്ന സ്ഥലമാണല്ലോ. പിന്നെ ഉമ്മർത്തും അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വല്ലപ്പോഴുമൊക്കെ തന്നെ അടിക്കാനുള്ള സമയമുള്ളൂ കേട്ടോ. പണ്ടത്തെ പോലെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ചപ്പും കുപ്പിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ നടക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒക്കെ ഒന്ന് അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊക്കെ അങ്ങനെ കച്ചറയായിട്ട് കിടക്കുന്നുണ്ട്. ഒന്നും ഒതുക്കി പറക്കി വെക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടും
എന്താ പറയുക, അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോവാണ് കേട്ടോ. രാവിലത്തെ അടുക്കള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ ഒരു ഭാഗ്യം. അത്രയ്ക്കും എന്താ പറയുക, ഓട്ടം വെച്ച ഓട്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വേറെ ആരും ഇല്ല ഇട്ടെറിഞ്ഞ് പോയാലും ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കൊണ്ട് പറ്റണ പോലെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഓടുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിറയെ ചപ്പും കുപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കോരിയിട്ട് തീയിടാനായിട്ട് കൂട്ടി വയ്ക്കുകയാണ് കേട്ടോ. പണ്ട് മുതലേ മുറ്റം അടിച്ച് ശീലമുള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്തിരി ഒരു മടിയൊക്കെ. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി 2 നേരവും എല്ലാ ഭാഗവും അടിച്ച് വൃത്തിയാക്കും. ഇപ്പോൾ പിന്നെ കുറച്ച് ഇപ്പം മക്കളൊക്കെ ചെയ്യാനായില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഇത്തിരി മടിയും ഒക്കെ പിടിക്കും. ചെറുപ്പത്തിലാണെങ്കിൽ വീട്ടിലും അവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. മുറ്റമൊക്കെ ഉള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മുടെ വീടൊക്കെ അറിയാമല്ലോ. ചുറ്റുഭാഗം മുറ്റമാണ്. അപ്പോൾ ചുറ്റും അടിച്ച് വരുമ്പോഴത്തേക്കിന് ഒരു വഴിയാകും. അപ്പോൾ പകുതി പണി ഞാൻ ചെയ്യും, പകുതി ചേച്ചി ചെയ്യും. പറഞ്ഞ പോലെ ചേച്ചിമാരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എല്ലാ പണികളും ഷെയർ ചെയ്യാനും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ. അതുകൊണ്ട് അവരുടെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ രാവിലെ പിന്നെ പെട്ടെന്ന് പണികളൊക്കെ തീരുമല്ലോ. ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ വീട്ടിൽ നല്ലോണം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പോണവിടെ അധികം അങ്ങോട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല എന്നൊക്കെ പറയും. അതിപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ കാര്യത്തിൽ. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളും ഒന്നും അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒറ്റയായപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളെ ആ വീടിൻ്റെ ഭാരം മുഴുവൻ നമ്മുടെ തലയിലെന്ന് പറയില്ലേ, അന്ന പോലെ ആയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. ബുദ്ധിമുട്ട് മീൻസ് അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണമല്ലോ എന്നുള്ളൊരിത് കേട്ടോ. അവിടെയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും അറിയണ്ട, എന്താ പറയുക, വയ്ക്കണതെടുത്ത് തിന്നുക, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചില്ലറ പണികൾ ചെയ്യുക, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്നും അമ്മയും ചേച്ചിമാരൊക്കെ പറയാറുണ്ട്, വീട്ടിൽ സുഖിച്ച ഇന്ത്യയാണ് ഇപ്പം നീ അവിടെ കിടന്ന് എന്താ പറയുക അനുഭവിക്കുന്നത്. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. ഏട്ടനെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ടോ ഏട്ടൻ്റെ വീട്ടുകാരെ കൊണ്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. എന്താ പറയുക, വന്നപ്പോൾ തൊട്ടേ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഏട്ടനാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. കാശ് പണം അതൊക്കെ ഇന്ന് വരും നാളെ പോകും എന്ന് പറഞ്ഞ പോലെയാണ്. സമാധാനത്തോടെ ജീവിക്കുക, മക്കളും എല്ലാവരും ഫാമിലിയോടെ നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് കേട്ടോ ഇന്ന് വരെ. ഇനിയിപ്പം നാളത്തെ കാര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ നിമിഷം വരെ ഏട്ടൻ എന്നെ ഇങ്ങനെ എന്താ പറയുക പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയില്ലേ, എന്ന പോലെയാണ്. പിന്നെ ഇപ്പം നാളെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് ഭാവി കാലമൊന്നും പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങി എവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ എൻ്റെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞ് തുടങ്ങിയെന്ന് തന്നെ എനിക്കറിയില്ല. ചില സമയത്ത് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക എന്താ ചെയ്യുക എന്നുള്ളൊരു വിളവോ എന്താ പറയുക ബോധമൊന്നും ഇല്ലാത്ത ഒരു ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ അടുക്കള കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഇങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ. എന്നും ഇതാ ദോശ ഉണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, സാമ്പാർ ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കും അത് ബോറടിക്കും. അപ്പോൾ നമ്മുടെ ഇതുപോലെ ഫാമിലി വിഷയങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്ററൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണല്ലേ കാര്യം എന്ന് നിങ്ങൾക്കും അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് വേറെ ആരുമില്ല പറയാൻ. ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ വീഡിയോയിൽ കൂടെ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നത് അത് നമ്മുടെ ഒരു വീട്ടിലുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ കൂടപ്പിറപ്പുകളുടെ അടുത്ത് പറയുമല്ലോ. അതുപോലെ ഇങ്ങനെ നിങ്ങളെ അങ്ങനെ കരുതിയിട്ട് എങ്ങനെ പറയാം കേട്ടോ. കേൾക്കാൻ ആൾ വേണമല്ലോ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, കേൾക്കാനും ആൾ വേണം. അപ്പം നിങ്ങളൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ.
അങ്ങനെ ഞാനിത് അടുക്കളപ്പണികളൊക്കെ ഇങ്ങനെ ഒതുക്കി പറക്കി വെച്ച് പിന്നെ പാത്രം കഴുകലൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെ പണികൾ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുന്നതാണ്. മാക്സിമം ഞാൻ അടുക്കള കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. എന്ന് വെച്ച് നമ്മൾ ഈ മുറ്റമടിക്കൽ, ക്ലീനിങ്ങിൻ്റെ പരിപാടി, പാത്രം കഴുകൽ ഇതൊന്നും എന്താ പറയുക ഇല്ല എന്നല്ല കേട്ടോ. അതൊക്കെ ചെയ്യും, അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ചെയ്യും. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റണതൊക്കെ വീഡിയോ എടുക്കും, എടുക്കാൻ പറ്റാത്തതൊക്കെ അങ്ങനെ മിസ്സായി പോവും. മാക്സിമം ശ്രമിക്കും, പക്ഷേ വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്ക് ബസ് കിട്ടാത്തത് കൊണ്ട് ഇപ്പം അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ എടുപ്പില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് ഏട്ടനെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നും ഉപ്പുമാവ് പുട്ടൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തിയാണ് കേട്ടോ, തക്കാളി ചമ്മന്തിയും ഗോതമ്പ് ദോശയും. പിന്നെ രാവിലെ ചായ ഉണ്ടാക്കി. അപ്പോൾ അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതാ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ വെന്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാർത്തെടുക്കുകയാണ്. വറുത്തെടുക്കുക പറഞ്ഞാൽ ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ, ചോറ് ഊറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അവിയൽ കറി ഉണ്ടാക്കി. പിന്നെ ഞാൻ വേറെ ചാറ് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ സമയമായി. പിന്നെ വേഗം ഞാൻ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞത് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഔട്ട്ഫിറ്റ്സ് മേക്കപ്പ് ചെയ്തിരിക്കണോ? ചില സമയത്ത് കൂതറ, സമയമില്ലാത്ത സമയത്ത് ഇല്ലെങ്കിൽ കുറച്ച്. ഇന്നലെ ഞാനല്ലേ പാത്രം കഴിയത് ഗോതമ്പ് ദോശ. ഡ്രസ്സ് ഓർമ്മയുണ്ട് എൻ്റെ നമ്മുടെ ടീച്ചറമ്മ എടുത്തുണ്ട്. ടീച്ചറമ്മ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ഞാനെടുത്തിട്ട് തന്ന ഡ്രസ്സൊന്നും ഇപ്പോൾ ഇടില്ല, നിനക്കിപ്പോൾ നിറയെ ഡ്രസ്സില്ല, എൻ്റെ ഡ്രസ്സൊന്നും ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് ഇടാത്തത് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് ആരെങ്കിലും വാങ്ങിച്ചു വരുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കും. ഇഷ്ടപ്പെട്ട ഡ്രസ്സല്ലേ, അതുകൊണ്ട് സൂക്ഷിച്ചങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഇട്ടിട്ടുണ്ട്. ടീച്ചറമ്മിൻ്റെ വിഷമം മാറ്റം. പൊട്ടൊന്നുമില്ല നിനക്ക്? പൊട്ട് അങ്ങനെ ഞാനിതാ 2 ദോശയൊക്കെ ചുരുട്ടിക്കൂട്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 8:15 പറയുമ്പോഴേക്കും നമ്മുടെ അവിടെ ബസ് എത്തും. അപ്പോൾ മാക്സിമം ഇങ്ങനെ എല്ലാം ചെയ്ത് ഓടി എത്തുമ്പോഴേക്കും ബസ്സും വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇത്തിരി സമാധാനത്തോടെയാണ് കേട്ടോ. പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തിരി അവരൊക്കെ സഹായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാനിതാ റോസിൻ്റെ അടുത്തും ശാരമോളുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അവളിങ്ങനെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല, ഇറങ്ങുന്ന സമയത്ത് ഞാനെപ്പോഴും ഒറ്റയ്ക്കായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ അവൾ വീഡിയോ ഒക്കെ എടുത്ത് പുറകെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ബസ്സൊക്കെ കയറി നമ്മളിതാ ജോലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.